എല്ലാവർക്കും നമസ്കാരം. പ്രണവസംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗൃഹത്തിലെ സർവ്വവിധ ദോഷങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൃഹത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചെറിയൊരു കാര്യവുമായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മുടെ എല്ലാവരുടെയും ഗൃഹത്തിൽ തന്നെ എപ്പോഴും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള തടസ്സങ്ങളോ കലഹങ്ങളോ വഴക്കുകളോ, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ കുട്ടികളുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരാൻ സാധ്യത എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് തൊഴിലിന് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെ തൊഴിൽ തടസ്സങ്ങളോ ഉണ്ടാകാൻ സാധ്യത വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് ആഴ്ചയിലാണെങ്കിൽ 2 ദിവസം ജോലിക്ക് പോയാൽ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ജോലിക്ക് പോകാൻ മടി, അലസത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് പഠിക്കുന്നതിന് പുറകോട്ടോ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥകളോ വരിക. അതുപോലെ സദാസമയവും മൊബൈൽ ഫോണോ അല്ലെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ചില കുട്ടികൾ നമ്മൾക്കിടയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് നമുക്ക് തന്നെ കാണാൻ പറ്റുന്ന ചില കാഴ്ചകളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിൽ പരസ്പരം ഗൃഹത്തിലുള്ളവർ തമ്മിൽ കലഹിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പരസ്പരം വാക്കുതർക്കങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഗൃഹത്തിൽ നിത്യവും കണ്ടുവരുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറുന്നതിനും നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന്, പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ ചിലപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരിക, അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുക. ചിലപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം മുടക്കുന്ന അവസ്ഥകളോ, അല്ലെങ്കിൽ പണി ചെയ്യുന്ന കാശ് അല്ലെങ്കിൽ സാമ്പത്തികം മൊത്തം നമ്മൾ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുക, അല്ലെ ഹോസ്പിറ്റലിൽ വിനിയോഗിക്കുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നതും, അതോടൊപ്പം തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സാമ്പത്തികം നമുക്ക് തന്നെ തോന്നാം ഒരുപാട് ചെലവ് കൂടുതൽ, അതുപോലെ വരവ് കുറവ് പോലെ തോന്നാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു വിദ്യ അല്ലെങ്കിൽ ചെറിയൊരു കാര്യമാണ് നമ്മളുടെ ഗൃഹത്തിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ വീടും സ്ഥലമൊക്കെ അല്ലെങ്കിൽ വീടും പരിസരമൊക്കെ വൈകുന്നേരങ്ങളിൽ ശുദ്ധിയാക്കി നിലവിളക്ക് കത്തിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ ഹാളിലോ നമ്മൾ ഒരു ചെറിയ പ്ലേറ്റിൽ പച്ചക്കർപ്പൂരം, അതുപോലെ ഗ്രാമ്പു എന്നീ സാധനങ്ങൾ എടുത്തിട്ട്, പച്ചക്കർപ്പൂരം നമ്മൾ കുറച്ച് പൊടിച്ചിട്ട് അത് കത്തിക്കുക. കത്തിച്ചതിൻ്റെ ആ നടുവിലേക്ക്, ആ കത്തിച്ച കർപ്പൂരത്തിലേക്ക് നമ്മൾ 2 ഗ്രാമ്പു അല്ലെങ്കിൽ 3 ഗ്രാമ്പു അതിനകത്തേക്ക് ഇട്ട് അത് കത്തിത്തീരുന്നത് വരെ ആ പുകയും അതുപോലെ തന്നെ ആ കർപ്പൂരവും അതിൻ്റെ പുക പടലങ്ങളൊക്കെ ആ ഗൃഹത്തിൽ വ്യാപിപ്പിക്കുന്ന രീതിയിൽ കത്തിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ആ കത്തിയ കർപ്പൂരവും ഗ്രാമ്പും നമ്മൾ നമ്മുടെ ഗൃഹത്തിലെ ഓരോ വാസസ്ഥലം, അതായത് നമ്മളുടെ പ്രധാന മുറികൾ, അതായത് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ കത്തിക്കുക, അല്ലെങ്കിൽ ഹാളിനകത്താണെങ്കിൽ ഹാളിൽ കത്തിച്ചതിന് ശേഷം നമ്മളുടെ ബെഡ്റൂമുകളിലും അതുപോലെ അടുക്കളയിലും ഒക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ച് അവിടെ ആ പുക ഒന്ന് കാണിക്കുക. ഇത് ചെയ്യുന്നത് വഴി നമ്മളുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്ന സർവ്വവിധ വിഘ്നങ്ങളും ദോഷങ്ങളും മാറുന്നതോടൊപ്പം ദൃഷ്ടിദോഷം, അതുപോലെ മറ്റ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മറ്റ് ദോഷങ്ങൾ പോലും നമ്മളുടെ ഗൃഹത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. അതോടൊപ്പം കുട്ടികൾക്ക് ബാധിക്കുന്ന, അല്ല കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ബാധിക്കുന്ന ബാധാദോഷങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ പേടിപ്പിക്കുന്ന മറ്റ് ദോഷങ്ങളോ ഒക്കെ നമ്മളുടെ ഗൃഹത്തിൽ നിന്നും വിട്ടുപോകുന്നതായി. നമ്മളുടെ ഗൃഹത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജികളെല്ലാം തന്നെ നമ്മളുടെ ഗൃഹത്തിൽ നിന്നും വിട്ടുമാറി നമ്മളുടെ ഗൃഹത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പുകയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമ്പുവും പച്ചക്കർപ്പൂരവും കത്തുന്നതിലൂടെ നമുക്ക് അന്തരീക്ഷം ശുദ്ധമാകുകയും പോസിറ്റീവ് എനർജി ലഭിക്കുകയും മറ്റ് രോഗങ്ങളോ ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും.
അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യമാണ് നമ്മൾ നിലവിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്ത് രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നാമജപത്തോടൊപ്പം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ലഭിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി നമ്മുടെ ഗൃഹത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മി നമ എന്ന മന്ത്രം നമ്മൾ ഒരു 41 തവണ അല്ലെങ്കിൽ പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് ഏറെ നല്ലതാണ്. അത് നമ്മളുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നതിനും അതുപോലെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ഏറെ നല്ലതാണ്. ആ മന്ത്രം ജപിക്കുന്നത് രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടും സന്ധ്യാദീപത്തിനരികിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രജപം തന്നെയാണ്. 41 അല്ലെങ്കിൽ 108 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് ഏറെ നല്ലതാണ്. ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബ് ആയിട്ടുള്ള എല്ലാവർക്കും വെള്ളിയാഴ്ചകളിൽ വിശേഷാൽ പൂജാതി കർമ്മങ്ങൾ നമ്മളിവിടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നമ്മളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ നമ്മളുടെ കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ രോഗങ്ങളോ ദുരിതങ്ങളോ ബാധിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നാളും പേരുമൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് അറിയിക്കുക. നല്ല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നമുക്ക് വഴിപാട് ഇവിടെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വേണം ഇങ്ങനെ പേരും നാളും അയക്കാനായിട്ട്. അതൊരു ബിസിനസ്സായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല. നമ്മളിത് തീർച്ചയായിട്ടും നമ്മളതൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാത്രം, തീരെ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എൻ്റെതായിട്ടുള്ളൊരു പ്രാർത്ഥനയിൽ നിങ്ങളെയും കൂടി ഞാൻ പങ്കെടുപ്പിക്കുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റിന് താഴെ നിങ്ങൾ പേരും നാളും അയച്ചു തരിക. അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ ഇപ്പോഴത്തെ സമയം എന്താണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദശാകാലം, അപഹാരകാലം, ചിത്രകാലം എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ട് കണ്ടകശനി ഏഴരശനി ദോഷങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് അതിനുള്ള ഇപ്പോഴുള്ള പരിഹാര കർമ്മങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ പ്രാർത്ഥനയായിട്ടും അതുപോലെ ഹോമവും പൂജയും ഭഗവതി പൂജയും നമ്മളിവിടെ വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും വേണ്ടിയിട്ട് എൻ്റെ വകയായിട്ടുള്ളൊരു പ്രാർത്ഥനയായിട്ട് നമുക്കിവിടെ അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരും വിശ്വാസമുള്ളവരും മാത്രം അതിലേക്ക് കമൻ്റ് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.